ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അഗ്രികൾച്ചർ മേഖലയിലേക്ക് അഗ്രികൾച്ചർ യോഗ്യതയുള്ളവർക്കും ഒപ്പം തന്നെ ബികോം റിലേറ്റഡ് ആയിട്ടുള്ള യോഗ്യതയുള്ളവർക്കും ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു വർഷത്തെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏവിയൻ റിസർച്ച് സ്റ്റേഷൻ തിരുവാഴുമുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിലെ ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു തസ്തികകളുടെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്, അതായത് ദിവസ വേതനമാണ് ഇവിടുത്തെ അടിസ്ഥാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു തസ്തികയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമായിട്ടും പോസ്റ്റുകൾ വന്നിരിക്കുന്നത് ഫീഡ് മിൽ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നതാണ്, ഒരെണ്ണമാണുള്ളത്. ഇനി ഫീഡ് മിൽ സൂപ്പർവൈസർ ഒരെണ്ണമാണുള്ളത്. ക്ലർക്ക് കം അക്കൗണ്ടന്റ് ഒരെണ്ണമാണുള്ളത്. ലാബ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഒരെണ്ണമാണുള്ളത്. ഫീൽഡ് മിൽ ടെക്നീഷ്യൻ ഒരെണ്ണമാണുള്ളത്. ഇങ്ങനെ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവയിൽ ഓരോന്നിനും വേണ്ടുന്ന വ്യത്യസ്ത യോഗ്യതകളും ക്രൈറ്റീരിയകളും നോക്കാം. ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന ഫീൽഡ് മിൽ ഇൻസ്ട്രക്ടർ എന്നുള്ളതാണ്. ഇതിന് റെമ്യൂണറേഷൻ വരുന്നത് ദിവസം 850 രൂപയും അങ്ങനെ മാസം 22,950 രൂപയുമാണ്. ഇതിന് അപേക്ഷിക്കുവാൻ വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ BSc ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഫീഡ് മിൽ, ഫാം, ഹാച്ചറി, ഇവയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസും ഇതിനൊരു യോഗ്യതയായിട്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഫീഡ് മിൽ സൂപ്പർവൈസർ എന്ന് പറയുന്നതാണ്. ഇതിന് ഒരു ദിവസത്തെ സാലറി എന്ന് പറഞ്ഞാൽ 750 രൂപയും മാസം മാക്സിമം 21,060 രൂപയുമാണ് ഇവിടുത്തെ സാലറി ആയിട്ട് വരുന്നത്. ഇവിടെ ഇതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ, എക്സ്പീരിയൻസ് ആസ് എ ഫീഡ് മിൽ സൂപ്പർവൈസർ, ഇതും ഇതിനുള്ള നിർദ്ദിഷ്ട യോഗ്യതയായിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ക്ലർക്ക് കം അക്കൗണ്ടന്റ് ആണ്. ഇതിന് പെർ ഡേ സാലറി 755 രൂപയും മാസ വരുമാനം 20,385 രൂപയുമാണ്. ഇതിന് ബികോം വിത്ത് ടാലിയും എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഫീഡ് ഓഫ് മിൽ, ഫാം, ഹാച്ചറി ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷനുമായിട്ടും പറയുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്തത് നാലാമത്തതാണ്, കാറ്റഗറി നമ്പർ 4 എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഇതിന് പെർ ഡേ സാലറി 755 രൂപയും മാസ ശമ്പളം 20,385 രൂപയാണ്. BSc പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഇൻ ദ ഫീഡ് ഓഫ് അനലിറ്റിക്കൽ ടെക്നിക്, ഈ 2 യോഗ്യതകളും ഒരുമിച്ചുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഫീഡ് മിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ഇതിന് 730 രൂപയാണ് പെർ ഡേ നിങ്ങൾക്ക് സാലറിയായി ലഭിക്കുന്നത്. മാക്സിമം മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,710 ആണ്. ഇതിനുള്ള യോഗ്യത +2 ആണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫിറ്റർ, ട്രേഡ് ഫ്രം റെക്കഗ്നൈസ്ഡ് ITI അല്ലെങ്കിൽ പോളിടെക്നിക്, ഇവിടുന്ന് ഏതെങ്കിലും നിങ്ങൾ നേടിയിരിക്കുന്ന ITI ബിരുദവും ഇതിലുണ്ടായിരിക്കണം. +2 പാസ്സായ ശേഷമുള്ള ഈ ഒരു ബിരുദത്തിന് മാത്രമേ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ ഒക്കുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിസൈറബിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൽ നിന്ന് ഈ ക്വാളിഫിക്കേഷൻ എടുത്തവർക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിന് വളരെ വലിയ വാലിഡിറ്റി ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇനിയും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ കോപ്പികളും എല്ലാത്തിൻ്റെയും കോപ്പികളും അറ്റാച്ച് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ഓഫീസർ ആൻഡ് PI RFPP ഏവിയൻ റിസർച്ച് സ്റ്റേഷൻ തിരുവാഴുമുക്കുന്ന് പാലക്കാട് കേരള 678660 എന്ന നമ്പറിൽ നിങ്ങൾ പോസ്റ്റായിട്ടോ നേരിട്ടോ അവിടെ എത്തിക്കേണ്ടതാണ്. ഇത് എത്തിക്കേണ്ടുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 15/3/2025 ആണ്. ഇതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകളൊന്നും തന്നെ അവർ കൺസിഡർ ചെയ്യുന്നതല്ല. ഓർത്തിരിക്കുക, ഒന്നുകൂടി പറയാം, 15/3/2025 ശേഷം ലഭിക്കുന്ന ഒരു അപേക്ഷകളും അവർ കൺസിഡർ ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഏത് മാർഗത്തിലൂടെയാണോ ഇത് എത്തിക്കാൻ പറ്റുന്ന ആ മാർഗത്തിലൂടെ എത്തിക്കുക. പൊതുവേ ഈ ഒരു സ്ഥലവുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ അപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതിനകത്തുള്ള ചില തസ്തികകൾക്കൊക്കെ സാലറി വളരെ കുറവാണ്. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.